18-ാം അധ്യായം 15 മുതൽ തിരുവചനങ്ങൾ. പരസ്പരം തിരുത്തുക. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ യേശുവിനായിരിക്കും സ്തുതി. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈശോ പറയുന്നത് പരസ്പരം തിരുത്തുന്നതിനെ കുറിച്ചാണ്. മറ്റുള്ളവരോട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് അവരോട് സ്വകാര്യമായിട്ട് പറയുകയും, എന്തെങ്കിലും നല്ലതാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കെ പറയുകയും വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചാണ്. എന്തെങ്കിലും പറയാനുള്ളത് ഉറക്കനെ അങ്ങോട്ട് പറയും. അവിടെ സംഭവിക്കുന്നത് തിരുത്തലല്ല, മറിച്ച് എൻ്റെ മനസ്സിൻ്റെ ഒരാശ്വാസം, എൻ്റെ വികാരങ്ങളനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അതല്ല വേണ്ടത്. തിരുത്തുമ്പോൾ അത് സ്വകാര്യമായിട്ടും നല്ലത് പറയുമ്പോൾ അത് പരസ്യമായിട്ടും പറയാൻ നമ്മൾ പഠിക്കണം. ചിലപ്പോൾ എനിക്ക് നമ്മുടെ ഓൾട്ടർ ബോയ്സ്, ഗേൾസ് ഇവിടെ ചിലപ്പോൾ വായിക്കുന്ന ഏഞ്ചലൊക്കെ നല്ല ഭംഗിയായിട്ട് വായിക്കും കേട്ടോ. ചിലർ പൊട്ട തെറ്റ് വായിക്കണ കേൾക്കാം അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പം തന്നെ തിരുത്തേണ്ടത്. കാരണം നമുക്ക് ദേഷ്യം വരും. ഒരു ബന്ധമില്ലാത്ത പൊട്ട തെറ്റായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വായിക്കുന്നത്. പക്ഷെ അത് കേട്ട് മിണ്ടാണ്ട് നിൽക്കും. കാരണം എന്താ? അപ്പോൾ അത് തിരുത്തിയാൽ മേലിലവൻ കുർബാനയ്ക്ക് കൂടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ തിരുത്തുകയോ അത് ബഹളം എല്ലാവരുടെയും മുമ്പിൽ വെച്ചത് പറഞ്ഞ് മോശമാക്കുകയോ കളിയാക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് കിടക്കും. ഈ വികാരിയച്ഛൻ പോണവരെ ആ കൊച്ചു പള്ളി കയറാത്ത രീതിയിൽ വരെ ആയിപ്പോവും കൊച്ചുങ്ങൾ. തിരുത്തുന്നത് സൂക്ഷിച്ച് വേണം. ചിലരുടെ ഡിസിപ്ലിനും രീതികളൊക്കെ നമ്മൾ കാണുമ്പോൾ പോലീസുകാർ വരെ തോറ്റുപോകും. ഈ കൊച്ചുങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ജാട കാണിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. തിരുത്തുന്നതാകാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരാളുടെയും ഹൃദയത്തിൽ, ഒരു കുഞ്ഞിൻ്റെയും ഉള്ളിൽ നമുക്കിടവുണ്ടാവില്ല. ഒരു കുട്ടിയുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ച് ഇങ്ങോട്ട് വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടി എന്ന് പറയുന്ന ഒരാളുടെയും ഉള്ളിൽ അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ ഉള്ളിൽ ഇയാൾക്ക് ഒരു തരി ഇടവുണ്ടാവില്ല. ഇതെങ്ങനെയെങ്കിലും കുരിശ് പോയെങ്കിലെന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവരത് മിണ്ടില്ലെന്ന് മാത്രം. തിരുത്തുമ്പോൾ രഹസ്യമായിട്ടും തെറ്റുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സങ്കീർത്തി ചെല്ലുമ്പോൾ മോനെ വായിച്ചത് തെറ്റാണ്, അങ്ങനെ വായിക്കല്ലേ എന്ന് പറയാറുണ്ട്. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വായിപ്പിക്കാറുണ്ട്. പക്ഷേ കൊച്ചുങ്ങളല്ലേ അതൊക്കെ സംഭവിക്കാം. നമുക്ക് വരെ തെറ്റുപറ്റുന്നു. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ പരസ്യമായി നമ്മൾ നാണം കെടുത്തുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം.